ഹലോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് ആയിരുന്നു അല്ലേ? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ പഠിച്ചു. അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ സെക്ഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ പ്രോബ്ലം തന്നെ ചെയ്യാൻ പോണത്. അതിനു മുൻപ് രണ്ട് കാര്യവും കൂടെ നോക്കാനുണ്ട്. വാട്ട് ഈസ് ആഡിറ്റീവ് ഐഡന്റിറ്റി ആൻഡ് ആഡിറ്റീവ് ഇൻവേഴ്സ്? ഇത് രണ്ടും നമ്പറിന്റെ കേസിൽ നമുക്കറിയാം. ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് യു ആഡ് 0 വിത്ത് എനി നമ്പർ, ദാറ്റ് ഈസ് 3 plus 0. Okay, 3 plus 0 is, we know 3 plus 0 is 3. അല്ലെങ്കിൽ 0 plus 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3. 0 ആഡ് ചെയ്താൽ ഈ നമ്പറിന് ഒരു ചേഞ്ചും ഇല്ല. ഇനി -5ൻ്റെ കൂടെയാണ് നമ്മൾ 0 ആഡ് ചെയ്യണമെങ്കിൽ -5 എന്ന് പറഞ്ഞത് -5 തന്നെയായിരിക്കും. ദർ ഈസ് നോ ചേഞ്ച് ഫോർ ദാറ്റ് നമ്പർ. ഓക്കെ. അപ്പം ഈ 0യെ നമ്മൾ വിളിക്കുന്നത് ആഡിറ്റീവ് ഐഡന്റിറ്റി എന്നായിരുന്നു. ഓർക്കണില്ലേ? 0 ഏത് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്താലും നമ്പറിന് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ദാറ്റ് 0 ഈസ് നോൺ ആസ് ആഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ഓഫ് മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ കൂടെ സെയിം ഓർഡറിലുള്ള ഒരു നൾ മെട്രിക്സ്, മെട്രിക്സിലെ 0 മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് നമ്മൾ പഠിച്ചല്ലോ. ആ മെട്രിക്സിനകത്ത് എലമെന്റ്സ് 0 മാത്രമായിരിക്കും. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഒരു 2x2 മെട്രിക്സ് A is equal to ഒരു 2x2 മെട്രിക്സ് എടുത്തു. ഇതിനകത്ത് 1, 3, 5, 4 ഇതായിരുന്നു നമ്മളുടെ മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ഓർഡർ ഇപ്പം നമുക്ക് കാണാൻ 2x2 മെട്രിക്സ്. ഈ 2x2 മെട്രിക്സിനെ ഒരു 2x2 ആയിട്ടുള്ള നൾ മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്താൽ, ദാറ്റ് ഈസ് 2x2 നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0, 0, 0, 0 ഇങ്ങനെ വരും. ഇവിടെയും ഓർഡർ 2x2 ആണ്. ഇങ്ങനെ ഒരു നൾ മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്താൽ ഈ മെട്രിക്സിന്റെ വാല്യൂവിൽ ഒരു ചേഞ്ചും വരില്ല. ദാറ്റ് ഈസ് എ റിമൈൻസ് ദ സെയിം. അങ്ങനെ തന്നെ കിട്ടും. കാരണം ഇതിനകത്തുള്ള ഓരോ എലമെന്റും നമ്മൾ ആഡ് ചെയ്യുവാണ്. 1 plus 0 1, 3 plus 0 3, 5 plus 0 5, 4 plus 0 4. ദാറ്റ് ഈസ് എ പ്ലസ് നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ നൾ മെട്രിക്സിനെ അല്ലെങ്കിൽ 0 മെട്രിക്സിനെയാണ് നമ്മൾ ആഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് ഇൻ കേസ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞത്. 0 മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് ഈസ് നോൺ ആസ് ആഡിറ്റീവ് ഐഡന്റിറ്റി. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി. നമ്മൾ ഏത് ഓർഡറിലുള്ള മെട്രിക്സിനെയാണോ ആഡ് ചെയ്യണത് അതേ ഓർഡറിലുള്ള നൾ മെട്രിക്സ് വേണം എടുക്കാൻ. എന്നാലേ അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പം ഈ നൾ മെട്രിക്സ് അല്ലെങ്കിൽ 0 മെട്രിക്സിനെ നമ്മൾ ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ നമ്പറിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3യുടെ കൂടെ -3 ആഡ് ചെയ്യാം. ഒരു നമ്പറും അതിന്റെ നെഗറ്റീവും കൂടെ ആഡ് ചെയ്താൽ നമ്മളുടെ ആഡിറ്റീവ് ഐഡന്റിറ്റി ആയ 0 കിട്ടും. ഇനി ഓർക്കണില്ലേ? അതുപോലെ ഇവിടെ -5 ആണെങ്കിൽ -5നെ ഒരു +5 കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അപ്പം ഈ നമ്പേഴ്സ് 3യുടെ ആഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -3. ഒരു നമ്പറിന്റെ നെഗറ്റീവ് സൈൻ വരുമ്പം അതിനെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. 3യുടെ ആഡിറ്റീവ് ഇൻവേഴ്സ് -3, അതുപോലെ -5ന്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് +5. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ മെട്രിക്സിന്റെ കേസിൽ നമുക്ക് ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എയുടെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -A എന്ന് ആയിരിക്കും. -A എന്ന് പറഞ്ഞാൽ എയിലുള്ള ഓരോ എലമെന്റിന്റെയും സൈൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ 1, 3, 5, 4ന് പകരം നമ്മൾ -1, -3, -5, -4 ഇങ്ങനെ ഇട്ടാൽ ഇത് ആഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ ആവും. ഇനി എയും -Aയും കൂടെ ആഡ് ചെയ്താൽ നമ്മളുടെ 0 മെട്രിക്സ് നൾ മെട്രിക്സ് കിട്ടുകയും ചെയ്യും അല്ലെ? ഇപ്പോഴും ഇവിടെ -5ഉം 5ഉം ആഡ് ചെയ്തപ്പോൾ 0 കിട്ടിയതുപോലെ ഈ എയും എയുടെ നെഗറ്റീവ്, അതായത് ആഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ടുള്ള -Aയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 മെട്രിക്സ് ആയിരിക്കും കിട്ടണത്. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 0, 0, 0, 0 എന്ന് വരും. നൾ മെട്രിക്സ് കിട്ടും. കാരണം ഇത് രണ്ട് 2x2 മെട്രിക്സ് ആണ് ആഡ് ചെയ്തത്. അപ്പൊ 2x2 ആയിട്ടുള്ള നൾ മെട്രിക്സ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പം ആഡിറ്റീവ് ഐഡന്റിറ്റി ആൻഡ് ആഡിറ്റീവ് ഇൻവേഴ്സ്, ആ രണ്ട് കാര്യം ഓർമ്മ. ഓക്കെ. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞത് മെട്രിക്സിനകത്ത് എങ്ങനെ സോൾവിങ് ദ മെട്രിക്സ്, അതാണ് നെക്സ്റ്റ് സെക്ഷൻ.
Okay, solving the matrix. Then, if A and B are two matrices of same order, A and B of two matrices of same order such that A plus X equal to B. ഇവിടെ എയും ബിയും മെട്രിക്സ് ആണ്, എക്സും ഒരു മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം? ഹൗ ക്യാൻ വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എയും ബിയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം എക്സ് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സാണ് സോൾവിങ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞത്. സോ എക്സ് ഈക്വൽ ടു നമ്മൾ നോർമലി ഇവിടെ 5 പ്ലസ് എക്സ് ഈക്വൽ ടു 7 എന്ന് എഴുതിയാൽ എക്സ് എങ്ങനെ എഴുതും? എക്സ് ഈക്വൽ ടു 7 മൈനസ് 5 എന്ന് എഴുതും അല്ലേ? നോർമൽ ഒരു ഇക്വേഷൻ ആണെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി എക്സ് ഈക്വൽ ടു 7 മൈനസ് 5 എന്ന് എഴുതും. അതുപോലെ തന്നെയാണ് മെട്രിക്സിന്റെ കേസിലും. ഇവിടെ മെട്രിക്സ് എക്സ് കിട്ടണമെങ്കിൽ ഇവിടെ സം ആയിട്ടുള്ള മെട്രിക്സ് ബി ആണ്. ആ സമ്മിൽ നിന്ന് ദ ഗിവൺ മെട്രിക്സ് എ ഹി ക്യാൻ സബ്ട്രാക്ട്. സോ എക്സ് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് എഴുതിയാൽ മതി. അപ്പൊ 2 മെട്രിക്സ് ഉണ്ട്. അതിനകത്ത് ഒരു മെട്രിക്സിന്റെ കൂടെ വേറൊരു മെട്രിക്സ് ആഡ് ചെയ്താലാണ് ബി വരണതെങ്കിൽ ഈ ഏത് മെട്രിക്സ് ആണോ നമ്മൾ ആഡ് ചെയ്തത് അത് നമുക്ക് കാണാൻ വേണ്ടി സം ആയിട്ടുള്ള ബിന്ന് ഗിവൺ മെട്രിക്സ് എനെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. Here A is equal to 8, 6 minus 2, 4 and B is equal to minus 3, 5, 1, 0. Then ഇത് രണ്ടും 2x2 മെട്രിക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ഒക്കെ ചെയ്യാം. ഇനി ഇവിടെ തന്നിട്ടുള്ളത് A plus X equal to B. Then find the value of B. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A plus X equal to B. ഇനി A plus X B ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? X equal to B minus A. അപ്പം ഈ രണ്ട് മെട്രിക്സും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ബിയും എയും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഹിയർ വി ക്യാൻ റൈറ്റ് X equal to B minus A. So B വേണം ആദ്യം എഴുതാനായിട്ട്. ബിയുടെ വാല്യൂ -3, 5, 1, 0 ആൻഡ് എയുടെ വാല്യൂ 8, 6, -2, 4. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യാൻ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് ചെയ്തു, അതായിരിക്കും നല്ലത്. അപ്പം -3 -8, ആ 8 പോസിറ്റീവാണ്. ദെൻ നെക്സ്റ്റ് 5 -6, ദെൻ 1 -2, ദെൻ നെക്സ്റ്റ് 0 -4. സബ്ട്രാക്ട് ചെയ്താൽ അപ്പം സൈൻ മാറ്റി ആഡ് ചെയ്യണം അല്ലേ? സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സൈൻ മാറ്റി ആഡ് ചെയ്യണം. അപ്പൊ -3 -8 എന്ന് പറഞ്ഞാൽ -3 പ്ലസ് -8 എന്ന് മാറ്റി എഴുതണം. കാരണം സൈൻ മാറ്റിയിട്ട് ആഡ് ചെയ്യണം. അപ്പൊ -3ഉം -8ഉം കൂടെ ആഡ് ചെയ്യുമ്പം -11. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പൊ -11. ദെൻ 5 -6 വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തു. അപ്പം 6 - 5 1 ആയതുകൊണ്ട് 5 - 6 -1. ഇനി 1 -2 നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആയി. സോ 1 + 2 എന്നാകും. ദാറ്റ് ഈസ് 3. അല്ലെങ്കിൽ സൈൻ മാറ്റി ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചാലും മതി. അപ്പൊ 2ന്റെ സൈൻ മാറ്റുമ്പോൾ പ്ലസ് ആകും. അങ്ങനെ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് 3. ഇനി 0 - 4 വലിയ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്ത്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ. സോ ആൻസർ -11, -1, 3, -4. ഇതാണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി നമ്മൾക്കിത് വെരിഫൈ ചെയ്യാം. വേണമെങ്കിൽ എയും എക്സും കൂടെ ആഡ് ചെയ്താൽ ബി കിട്ടണം. അതായത് നമ്മളുടെ ഫസ്റ്റ് മെട്രിക്സ് 8, 6, -2, 4ഉം ഈ -1, -11, -1, 3, -4 എന്നുള്ള മെട്രിക്സും കൂടെ ആഡ് ചെയ്താൽ ഈ ബി ആണോ കിട്ടണതെന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളുടെ എക്സാമിനൊക്കെ നിങ്ങൾ വെരിഫിക്കേഷനും കൂടെ നോക്കണം. മൈൻഡിൽ ഒന്ന് നോക്കിയാലും മതി. 8 ആൻഡ് -11. 8 + -11 എന്ന് പറയുമ്പോൾ -3 കറക്റ്റ് ആണ്. ദെൻ 6 ആൻഡ് -1, 6 + -1 +5 കറക്റ്റ് ആണ്. -2 ആൻഡ് 3 ദാറ്റ് ഈസ് +1.
യെസ്. ദെൻ 4 ആൻഡ് -4 0. ശരിയാണല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് വെരിഫൈ ചെയ്യും. എഴുതി ചെയ്യണമെന്നില്ല, മൈൻഡിൽ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് a+x = b എന്നുള്ള അതാണ് സോൾവ് ചെയ്തത്. ഇതുപോലെ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനില് ഓക്കെ ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിച്ചു. x - b = a. ഇതാണ് തന്നതെങ്കിൽ x എങ്ങനെ കണ്ടുപിടിക്കും? x - b a ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ x = a. ഇവിടെ സബ്ട്രാക്ഷൻ ആണ്, റൈറ്റിൽ വരുമ്പോൾ അത് അഡീഷൻ ആവും. x = a + b എന്ന് എഴുതും അല്ലേ? x = a + b. അപ്പം ഈ തന്നിട്ടുള്ള മെട്രിക്സ് എയും ബിയും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 8 6 -3 5. ഇതാണ് സെക്കൻഡ് മെട്രിക്സ്. ഈ രണ്ട് മെട്രിക്സും കൂടെ ആഡ് ചെയ്യണം. 8 + -3 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ കൊടുക്കും. 8ഉം -3ഉം വരുമ്പോൾ +5. ദെൻ 6ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 11. -2ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ -1. പോസിറ്റീവ് നെഗറ്റീവ് കൂടെ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ കൊടുത്തു. ദെൻ 4ഉം 0ഉം 4 + 0 4. സോ ആൻസർ 5 11 -1 4. ഈ കേസിൽ എക്സിന്റെ വാല്യൂ ഇതായിരുന്നു. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എക്സിന്റെ വാല്യൂ ഇതായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു രണ്ട് മെട്രിക്സ് കണക്ട് ചെയ്തിട്ട് ഇക്വേഷൻ പോലെ തന്നാൽ അതിനെ സോൾവ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പം ഇത് വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് 9A എന്നുള്ള എക്സസൈസിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ.